ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൺഷൈൻ മമ വ്ളോഗ്സ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ഞങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റത് ഉടനെ പൊതുവേ ഈസിയെ ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കാനിരുത്തും. കാരണം ഈസി ഉറക്കം എഴുന്നേൽക്കുന്നതേ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഷടപടെ ഈസിക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം ഇനി അടുത്ത് റെഡിയാകുന്ന കാര്യത്തിലോട്ട് പോകാൻ. അപ്പോൾ ഈസി ഇന്ന് രാവിലെ ലക്കിലി അവന് ചോക്കോസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചോക്കോസും പാലും കൂടെയാണ് അവന് കഴിക്കാൻ കൊടുത്തത്. ആ ബാക്കിൽ ഞാൻ നിന്ന് ഈസിയുടെ കിൻഡർഗാർട്ടൻ ബാഗ് പാക്ക് ചെയ്യുന്നതാണ് ബ്ലറായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ രാവിലെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. കാരണം മേ ബി തുണി കഴുകിയിട്ടതൊക്കെ ഉണങ്ങുന്നത് രാവിലെയാണ്. ഈസിക്ക് ഡെയിലി ഒരു ടവൽ, 2 പെയർ ഡ്രസ്സ് എല്ലാം കൊണ്ടുപോകണം. അപ്പോൾ ടവലും ഞാൻ ഡെയിലി ബേസിസ് വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്ത സാധനം പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി എന്താണ് സ്നാക്സിന് വേണ്ടതെന്ന് ഈസിയുടെ അടുത്ത് പെർമിഷൻ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ മീൻ നോട്ട് എ പെർമിഷൻ ബട്ട് എ സജഷൻ. അങ്ങനെ അവൻ ചോക്കോസും ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നാലും അവന് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് എന്താണ് എന്നുള്ളത് അവന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നു. ഈസി പൊതുവേ ഒരു ബിസ്ക്കറ്റ് പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ അവൻ ബിസ്ക്കറ്റ് കഴിക്കാൻ ഇച്ചിരി പുറകിലോട്ടാണ്. പിന്നെ വളരെ റെയറായിട്ടുള്ള 2-3 ബിസ്ക്കറ്റ്സ് മാത്രമേ അവൻ കഴിക്കാറുള്ളൂ. അപ്പം ഹൈഡ് ആൻഡ് സീക്കിന് കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവന് സ്നാക്സിന് അത് പാക്ക്. ഇതിൽ ഞാൻ പിന്നെ എൻ്റെ കുക്കിംഗ് കാണിച്ചിട്ടില്ല. അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ എൻ്റെ രാവിലെ എഴുന്നേറ്റുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ കാണിക്കാം. പിന്നെ ഞാൻ ഡയറക്റ്റ്ലി ഡ്രസ് ചേഞ്ച് ചെയ്തു. ഈസിക്കും ഡ്രസ് ചേഞ്ച് ചെയ്തു കൊടുത്തു. ഇന്ന് രാവിലെ അവൻ എന്തോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്, ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് കിൻഡർഗാർട്ടനിൽ പോകാനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ ബാഡ്മിൻ്റൺ എന്തോ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഇജിയും കൂടെയാണ് ഫുൾ മൽപ്പിടുത്തം നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ബാഗിൽ എൻ്റെ ലാപ്ടോപ്പും ചാർജേഴ്സും ഗാഡ്ജറ്റ്സും എല്ലാം വെച്ച് ഞാൻ കാർ കീ എടുത്ത് ഞങ്ങൾ പോകാൻ റെഡിയായി. ആക്ച്വലി ഞങ്ങൾക്ക് ഒരു 9:30 ഇസിക്ക് കിൻഡർഗാർട്ടനിൽ എത്തണം. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 9:30 കഴിഞ്ഞിട്ടാണ്. ഇസിക്ക് പൊതുവേ രാവിലെ എഴുന്നേൽക്കുക, റെഡിയാകുക, പിന്നെ കിൻഡർഗാർട്ടനിൽ പോകാമെന്നൊക്കെ പറയുന്നതിനെ പോലത്തെ ഒരു ബുദ്ധിമുട്ട് വേറൊന്നുമില്ല. ഇപ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി ഞാൻ ഒരുവിധം പുറത്തോട്ട് ഇറക്കുമ്പോഴാണ് അവൻ്റെ വീട്ടിലുള്ള പല സാധനങ്ങളും മിസ് ചെയ്യാൻ തുടങ്ങും. അവൻ്റെ ടോയ്സ് അവനെ മിസ് ചെയ്യും, അവൻ്റെ അനിമൽസ് അവനെ മിസ് ചെയ്യും. ഇല്ലെങ്കിൽ പുറത്ത് മഴയായതുകൊണ്ട് ഇന്ന് കിൻഡർഗാർട്ടൻ കാണില്ല. അങ്ങനെ ഒട്ടനവധി ഡ്രാമകൾ രാവിലെ ഉണ്ടാവും. അങ്ങനെ ഇതെല്ലാം പയ്യെ അവന് പറഞ്ഞൊന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങി വരുമ്പം തന്നെ ഒരു സമയമാവും. ആക്ച്വലി 9:30 കിൻഡർഗാർട്ടനിൽ എത്തണം, 9:30 മുന്നേ എത്തണം. പക്ഷേ എന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9:30 കഴിയും. അപ്പോൾ ഈസിനെ കിൻഡർഗാർട്ടനിൽ പയ്യെ ഞാൻ കൊണ്ട് എത്തിക്കുമ്പം തന്നെ ഒരു 10 മണിയാവും. പിന്നെ ഞാൻ ഇപ്പോൾ പ്രൊജക്റ്റ് മാറിയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മെയിൻ ബിൽഡിങ്ങിലല്ല, പകരം ടെക്നോ പാർക്ക് ഫേസ് 1 ഞങ്ങളുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, 2 ഫ്ലോർസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ പ്രോജക്റ്റ്, എൻ്റെ ടീമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇസീനെ കിൻഡർഗാർട്ടനിൽ കൊണ്ടാക്കിയിട്ട് വീണ്ടും എനിക്ക് കുറച്ചും കൂടെ ട്രാവൽ ചെയ്തിട്ട് വേണം എൻ്റെ മെയിൻ ക്യാമ്പസിലോട്ട് എത്താൻ. അങ്ങനെ രാവിലത്തെ ഡ്രാമകളെല്ലാം കഴിഞ്ഞ് ഞാനും ഇസിയും കിൻഡർഗാർട്ടനിലോട്ട് പോവുകയാണ്. ഇന്ന് എന്താണെന്നറിയില്ല, പൊതുവേ രാവിലെ ഭയങ്കര കരച്ചിലാണ്. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ടച്ച് വുഡ് കരയുന്നില്ല. അങ്ങനെ ഞങ്ങൾ കിൻഡർഗാർട്ടനിൽ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടാക്കി. ഇസിയുടെ കിൻഡർഗാർട്ടൻ കാണാൻ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു ചെറിയ കുഞ്ഞു പാർക്കുണ്ട്. ഇതാണ് എൻ്റെ ഓഫീസ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞങ്ങളുടെ ഫേസ് 1 ബിൽഡിങ്ങിലോട്ട് വന്നു. എൻ്റെ പണി തുടങ്ങി. ഇപ്പം ആക്ച്വലി എൻ്റെ പുതിയ പ്രോജക്റ്റാണ്. ഞാൻ ടെക്നിക്കൽ ടീമിലോട്ട് മാറി. അതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ലൈക്ക് ഞാനൊരു നോൺ ടെക്കിൽ നിന്ന് ടെക്കിലോട്ട് മാറിയപ്പോൾ ടെക്നിക്കലി കുറേ ഡൊമെയിൻ, പിന്നെ ബാക്കി എൻ്റെ ഈ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എല്ലാം വീണ്ടും എനിക്ക് ബ്രഷപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഓഫ് കോഴ്സ്. പക്ഷേ നമ്മുടെ കരിയറിനും മേ ബി ഓൺ എ ലോങ് റൺ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു ക്വിക്ക് ടിപ്പ് ഫോർ ഓൾ മോംസ് ഔട്ട് ദെയർ. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കരിയർ വേണ്ടാന്ന് വെക്കരുത്. ചില സമയമുണ്ട്, ഓഫ് കോഴ്സ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ കൂടെ പേരൻസ് വേണം, എല്ലാം ശരിയാണ്. പക്ഷേ അവർക്ക് കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാൽ ഇഫ് വി റിയലി വാണ്ടഡ് ടു അച്ചീവ് സംതിങ്, അങ്ങനെ ഒരു ഡ്രീം എന്തെങ്കിലും ചെറുതായിട്ട് മനസ്സിലുണ്ടെങ്കിൽ
നമ്മളതിന് ട്രൈ ചെയ്യണം. അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ വർക്ക് ചെയ്യണം. ബിക്കോസ് നാളെ അവർ വലുതാവുമ്പോൾ അപ്പോൾ അവരൊരിക്കലും ചിന്തിക്കരുത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഉമ്മയുടെ ഡ്രീംസ് എല്ലാം വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ ഒരിക്കലും അവർക്ക് ചിന്തിക്കാനൊരു ഇട ഉണ്ടാക്കരുത്. പിന്നെ ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ നോക്കാനെന്നും പറഞ്ഞ് വളരെ വിരളമായിട്ടുള്ള അച്ഛന്മാരെ ജോലിക്ക് പോവാതിരിക്കാറുള്ളൂ. അതൊരു സൊസൈറ്റി നോമായിട്ട് പണ്ടെപ്പോഴോ മാറിയത് കൊണ്ടാണ് ചില ആൾക്കാർ ഇപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യുക. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ദാറ്റ് മേ ബി ഒരു അച്ഛന് ഉള്ളതിനേക്കാളും കൂടുതൽ റിഗ്രറ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ള ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇക്കാക്ക് മേ ബി ജോലിക്ക് പോകുമ്പോൾ അത്ര വലിയൊരു മിസ്സിങ് ഇസീനെ ഉണ്ടാവാറില്ല. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഏതൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴെനിക്ക് ഇസീന് ഓർമ്മ വരും. ഞാനൊന്ന് ലേറ്റായാൽ ഇസി എന്നെ മിസ് ചെയ്യുമോ, ഇല്ലെങ്കിൽ ഞാൻ ഇസീനെ മിസ് ചെയ്യും. അങ്ങനത്തെയൊക്കെ ഒരു 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 മനസ്സിൽ തന്നെ ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ക്രിയേറ്റ് ആവാറുണ്ട്. ഇന്നത്തെ എൻ്റെ ലഞ്ച് പുറത്തുനിന്നാണ്. ഞങ്ങൾ ടീമായിട്ട് ലഞ്ചിന് പോയതായിരുന്നു. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സായിയുടെ ട്രീറ്റ് ആയിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങും കൂടെ ഉണ്ടായിരുന്നു, ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്. ആൻഡ് ദീസ് വെയർ സം മോർ മൊമെൻറ്റ്സ് വെയർ ഐ ഫെൽറ്റ് I am loved by lot of beautiful souls and I was very happy. ആക്ച്വലി ഒരു കേക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുന്നു, എനിക്ക് അവർ കേക്ക് വാങ്ങി തന്നു. അതല്ല, മോറോവർ എനിക്ക് മേ ബി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം ആകുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇറ്റ് വാസ് വെരി ഹാപ്പി ആൻഡ് ഐ ഫെൽറ്റ് വെരി ബ്ലസ്ഡ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ടീം മീറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് ബാക്കി പണികൾ എല്ലാം ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. പിന്നെ ഓഫീസിലുള്ളൊരു ഡേ ഇറ്റ് ഈസ് ദ സെയിം ഫ്രം 9 to 6. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും ചിലപ്പോൾ പണി ഉണ്ടാവും. അങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് നമുക്കിപ്പം ജോലിക്ക് പോകുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അവിടെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആകാതിരിക്കാം. പക്ഷേ ലൈക്ക് ഇവൻച്വലി നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്സിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഇഫ് യു ആർ ജെനുവിൻലി വർക്കിംഗ് ഫോർ സംതിങ് ഇറ്റ്സ് ഡാം ഷുവർ ദാറ്റ്, എനിക്കറിയില്ല കർമ്മയാണോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ കർമ്മ, ബട്ട് there is some positive energy that always makes the hard work of people come out as success. അപ്പം അങ്ങനെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഇന്ന് ഞാൻ അധികം ലേറ്റായി. അപ്പോൾ ഇസീനെ ഇക്കായാണ് പിക്ക് ചെയ്യാൻ പോയത്. അപ്പം എനിക്കിനി ഡയറക്റ്റ് വീട്ടിലോട്ട് പോയാൽ മതി. ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൽ നിന്ന് എനിക്കൊന്നൊരു 10 minutes 10 to 15 minutes ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റ് വരെ ഉണ്ട്. ഞാനങ്ങനെ അപ്പം ട്രാഫിക്കിലൊക്കെ നിന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഈ വ്ളോഗിൽ അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഒരു കാര്യം എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇസി ഭയങ്കര സന്തോഷത്തിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് എന്നെ കണ്ടുകൊണ്ടേ വന്ന് കെട്ടിപ്പിടിക്കാനും കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ഇടയ്ക്ക് ഇത് നടത്താറുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡേ വ്ളോഗ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ ഒരു ബർത്ത്ഡേ വ്ളോഗായി, പിന്നെ ഇന്നത്തെ ഒരു വർക്കിംഗ് ഡേ വ്ളോഗായി. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ഇനിയും ഐ എക്സ്പെക്ട് ഫ്യൂ കോൾസ് ഓഫീസിൻ്റെ കാര്യത്തിൽ തന്നെ. കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ളവരുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഐ തോട്ട് ഓഫ് കമ്മിങ് ബാക്ക് ഹോം ആൻഡ് ടേക്കിംഗ് ദ കോൾസ് ഫ്രം ഹിയർ. പിന്നെ വേറൊരു പ്ലാൻ ഞങ്ങൾക്ക് ഇന്നുണ്ട്. ഞങ്ങൾ സൂക്ഷ്മദർശിനിക്ക് പോവാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇക്കാട് അനിയത്തി ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്. പുള്ളിക്കാരിയും കൂടെ വന്ന് കഴിഞ്ഞിട്ട് വിൽ പ്ലാന് നമുക്ക് പറ്റുന്ന ഒരു സ്ലോട്ട് ആൻഡ് വിൽ ബുക്ക് ദ ടിക്കറ്റ്സ്. അതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്ലാൻ. ഇനി ടിക്കറ്റ്സ് കിട്ടിയില്ലെങ്കിൽ വി മൈറ്റ് ബി റീസ്കെഡ്യൂളിങ് ദിസ് ടു സം അതർ ഡേ. സോ ഇപ്പോൾ ഇസിയും ഞാനും കൂടെ കട്ടനും ദെൻ കുറച്ച് പാസ്തയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കാക്ക് പുറത്തൊരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഹി വെൻറ്റ് ഔട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.
സോ ഐ ഹോപ്പ് നിങ്ങൾ എൻ്റെ വീഡിയോസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. ഇനിയും എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് വേണ്ട, കുറച്ചും കൂടെ സംസാരിച്ചുള്ള വീഡിയോസാണ് വേണ്ടത്, ദാറ്റ് മീൻസ് എൻ്റെ ഓൺ വോയിസ് വീഡിയോ തന്നെയാണ് വേണ്ടത്, വോയിസ് ഓവർ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഓവർ ടു ദ വീഡിയോ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ആൻഡ് ദെൻ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായിരുന്നപ്പോൾ, ഫിലിമിന് പോകാൻ വേണ്ടി റെഡിയായിരുന്നപ്പോൾ എൻ്റെ പഴയ ടീമിൽ എൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. മീറ്റ് മിസ്റ്റർ ജേഫിൽ ആൻഡ് കേശഫ്. ഇവർ ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട്, ബർത്ത്ഡേയുടെ അന്ന് വരാൻ പറ്റാത്തത് കൊണ്ട് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നതാണ്. ആൻഡ് ഇസീനെയും കൂടെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആൻഡ് ദെൻ അവർ പോയതിൻ്റെ പുറകെ ഞങ്ങൾ സൂക്ഷ്മദർശിനിക്ക് ഇറങ്ങി. സൂക്ഷ്മദർശിനി ഒരു അടിപൊളി മൂവി ആയിരുന്നു. കൂടുതലും ഈ നസ്രിയ ഫഹദിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ ഇവർ രണ്ടാൾക്കാരും ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാൾക്കാരാണ്. ആൻഡ് അതിൽ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരുടെയും കോംബോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കോംബോയാണ് ആ ഫിലിമിലെന്ന്. അപ്പോഴേ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. ആൻഡ് ഫിലിം വാസ് സൂപ്പർ ഡ്യൂപ്പർ. കുറച്ച് നാളുകൾക്ക് ശേഷം കണ്ടൊരു നല്ല ഫിലിമാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.